ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും 48 മണിക്കൂർ വിലക്കേർപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ രാത്രി സ്വന്തം വീട്ടിൽ നിന്നിറങ്ങി ആര് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഗമാകാനാണ് കേരളത്തിലെ പൊതുജനം ശ്രദ്ധിച്ചത്. ആ പൊതുജനങ്ങളുടെ അവകാശങ്ങൾക്ക്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവർക്ക് വേണ്ടി വാർത്തകൾ നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടിയാണ് മാതൃഭൂമിയും മനോരമയും പത്രങ്ങൾ തുടങ്ങിയതെങ്കിൽ അവരുടെ മുൻ പേജിൽ ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും സംഭവിച്ച ഏറ്റവും വലിയ ഒരു ആപത്തിനെ അവർ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. പക്ഷേ മാതൃഭൂമിയും മനോരമയും വാർത്ത നൽകിയിട്ടുള്ളത് അവരുടെ ഉൾ പേജിനകത്താണ്. അതായത് ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ ആ വാർത്ത കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇവിടെ മാതൃഭൂമിയും മനോരമയും ശ്രദ്ധിച്ചത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ്. തങ്ങളുടെ മുൻ പേജിൽ മീഡിയ വണ്ണും ഏഷ്യാനെറ്റും പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലേക്കും മീഡിയ വണ്ണിലേക്കും പൊതുജനങ്ങളുടെ വികാരം കടന്നു പോകും, അവർക്ക് TRP റേറ്റിംഗ് കൂടി പോകും എന്നുള്ള ഒരു ഭയമാണ് അവർ മുൻ പേജിൽ ഈ വാർത്ത നൽകാത്തത്. ചന്ദ്രിക നൽകിയില്ലേ, ദേശാഭിമാനി നൽകിയില്ലേ, ദേശീയ മാധ്യമങ്ങൾ നൽകിയില്ലേ. പക്ഷേ കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളായിട്ടുള്ള മാതൃഭൂമിക്കും മനോരമയ്ക്കും ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും കേന്ദ്ര സർക്കാർ നൽകിയ പണി ഒരു വാർത്തയേ അല്ല. അവരെന്തുകൊണ്ടാണ് അത് വാർത്തയാക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ് അതിനുള്ള ഉത്തരം. സ്വന്തം താല്പര്യങ്ങൾ, സ്വതാല്പര്യങ്ങൾ. ഞാൻ ആദ്യം വാർത്ത നൽകണം, എന്നിലൂടെ വാർത്ത അറിയണം, എന്നിലൂടെ ആളുകൾ കാണണം, മറ്റുള്ളവരിലൂടെ ചെന്ന് കയറിയാൽ അത് അവനുള്ള നേട്ടമായി പോകും എന്നാണ് ഇപ്പോഴും ഈ മുൻനിര മാധ്യമങ്ങളുടെ വിചാരം. അത് തെറ്റാണ്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മൾ പൊതുജനങ്ങളാണ്. സംഘപരിവാർ ഏഷ്യാനെറ്റിൻ്റെയും മീഡിയ വണ്ണിൻ്റെയും വിലക്കിനെ നോക്കി പൊട്ടിച്ചിരിച്ച സമയത്ത് ആ പൊട്ടിച്ചിരിക്കുന്നവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് മനോരമയും മാതൃഭൂമിയും ഇന്ന് ചെയ്ത ഈ പേക്കൂത്ത്. സംശയം വേണ്ട, വളരെ ശക്തമായ രീതിയിൽ വിമർശിക്കപ്പെടണം. ആരാണ് മനോരമയുടെ എഡിറ്റർ, ആരാണ് മാതൃഭൂമിയുടെ എഡിറ്റർ? അവർക്ക് നേരെ നമ്മുടെ വിമർശനം ഉയരണം. കാരണം മാതൃഭൂമിയും മനോരമയും എന്നൊക്കെ പറയുന്നത് സംഘികളെ പൊളിച്ചെടുക്കുന്ന മാധ്യമങ്ങളായിട്ടാണ് നമ്മൾ കണ്ടത്. സംഘികളെ എന്നല്ല, അക്രമകാരികൾ ആരായാലും അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു സ്വഭാവം ഇവരിലുണ്ടായിരുന്നു. പക്ഷേ ആ സ്വഭാവമൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്ക്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ദിവസമാണിന്ന്. ഒരു വാർത്ത പോലും മുൻ പേജിൽ നൽകാൻ തയ്യാറായില്ല. അവർക്ക് വിഷയമേ അല്ല. ദേശീയ മാധ്യമങ്ങൾ വലിയ ഗൗരവത്തിലാണ് ഈ വിഷയത്തെ കാണുന്നത്. കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾക്ക് ഇതൊരു വിഷയമേ അല്ല. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ പ്രചരണമുള്ള ഈ പത്രമാധ്യമങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള ഒരു വിഷയം ഗൗരവത്തിലൂടെ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ നൽകി എന്നതിൻ്റെ പേരിൽ നൽകാതിരിക്കുമോ എന്ന് ആര് കണ്ടു? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മനോരമയും മാതൃഭൂമിയും ഇന്ന് കൈക്കൊണ്ട നടപടി വളരെ മോശമാണ് എന്ന് തുറന്നടിച്ച് പറയുന്നു. അതിനാൽ തന്നെ ഒരു വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ശക്തമായ വിയോജിപ്പും രേഖപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് പബ്ലിക് കേരളയുടെ മാത്രമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു വികാരമാണ്. ഉറക്കമില്ലാതെ തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് പേരുടെ ഒരു വികാരമായി ഇതിനെ കാണുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.